എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വാൽമീകി മഹർഷിയുടെ ഒരു കഥയായിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വാൽമീകി മഹർഷിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. രാമായണം എഴുതിയ ആളാണ് വാൽമീകി മഹർഷി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ ആവും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു സെൽഫ് റിയലൈസേഷൻ ഒക്കെ നമ്മുടെ സാധാരണ ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിന്ന് എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി, ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ഭഗവത് ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സ്തംഭൻ എന്ന് പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കാന്തിമതി എന്നായിരുന്നു പേര്. അപ്പോൾ പേര് പോലെ തന്നെ ആ സ്ത്രീ നല്ലൊരു ധർമ്മിഷ്ഠയായിരുന്നു, അതുപോലെ തന്നെ നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സന്തോഷത്തോടെ അങ്ങനെ കഴിയുന്ന സമയത്ത് ആ സന്തോഷത്തിനൊരു തടസ്സം എന്നുള്ള നിലയിൽ ഈ ബ്രാഹ്മണനെ ഒരു മോശമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, മോശം സ്ഥിതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു വശീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ സമ്പത്ത് കണ്ടിട്ട് ആ സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ സ്തംഭൻ ആ സ്ത്രീയിൽ മയങ്ങി അവിടുന്ന് ആ സ്ത്രീയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ കാന്തിമതി അത്രയും നല്ല സ്വഭാവത്തിനൊരു ഉടമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചിട്ടൊക്കെ അവിടെ തന്നെ താമസിച്ചു. അപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്തത് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ ഭരണമൊക്കെ ഈ സ്ത്രീ കൈയടക്കി. അത് അങ്ങനെ ഈ സ്തംഭൻ എന്നുള്ള ബ്രാഹ്മണൻ അധമനായിട്ട് തീരുകയാണ്. എന്ന് വെച്ചാൽ ആ ഒരു സ്ത്രീ പറയുന്നത് മാത്രം കേട്ട് ബാക്കി എല്ലാത്തിനെയും മറന്ന് അങ്ങനെ ജീവിച്ചു പോരുകയാണ്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സ്തംഭൻ ഒരു മഹാരോഗം ബാധിക്കുകയാണ്. ആ ബാധിക്കണ സമയത്ത്, അതായത് ഒരുപാട് തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അദ്ദേഹത്തിന് അറിയണില്ല അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, എന്നാൽ കൂടി തെറ്റുകളിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം, കർമ്മഫലം, ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഒരു രോഗം വരികയാണ്. അപ്പോൾ ആ രോഗം വരികയും ചെയ്തു, അതിൻ്റെ ഒപ്പം ഈ സമ്പത്ത് മുഴുവൻ നശിക്കുകയും ചെയ്തു. അത് അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ പോവുകയാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ ഉദ്ദേശം സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണന് അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഈ സമ്പത്തും ഒക്കെ പോയി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊരു മഹാരോഗം ബാധിക്കുകയും ചെയ്യും. പക്ഷേ കാന്തിമതി എന്നുള്ള ആ സ്ത്രീ അത്രയും തന്നെ നല്ല സ്വഭാവത്തിന് ഉടമ ആയതുകൊണ്ട് തന്നെ ഭർത്താവിനെ ഈ തെറ്റുകളൊന്നും കൂട്ടാക്കാതെ ഇങ്ങനൊരു അവസ്ഥയിലും വളരെ സ്നേഹപൂർണ്ണമായിട്ട് പരിചരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പരിചരിക്കുമ്പോൾ ഈ ബ്രാഹ്മണന് അദ്ദേഹത്തിന് തെറ്റൊക്കെ മനസ്സിലായി. കാരണം ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് പോലും തൻ്റെ ഭാര്യ ഒട്ടും സ്നേഹം കുറയാതെ ശുശ്രൂഷിക്കുകയാണ്. അപ്പം അങ്ങനെ എപ്പോഴാണോ നമുക്ക് ആ തെറ്റ് മനസ്സിലാവുക, അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പശ്ചാത്താപം വരും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബ്രാഹ്മണനും അങ്ങനെ അവിടെ ഒരു ഭയങ്കര പശ്ചാത്താപം വരും. അപ്പോൾ ഒരു ദിവസം എന്താ ഉണ്ടാവുക വെച്ചാൽ, കാന്തിമതി ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവളുടെ ഒരു വിരൽ കടിച്ചു മുറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അയാളുടെ ആ ജന്മം അതോട് കൂടിയിട്ട് അവിടെ കഴിയുകയാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാലേ, നമ്മുടെ ശരീരമാണ് നശിക്കുന്നത്, നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആത്മാവ് നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ പുതിയൊരു ശരീരം നമ്മൾ സ്വീകരിച്ച് ഈ ഭൂമിയിൽ വരും. അപ്പോൾ ഇദ്ദേഹം അതുപോലെ സ്തംഭൻ എന്നുള്ള ബ്രാഹ്മണൻ്റെ ആ ശരീരം അതോട് കൂടിയിട്ട് അവിടെ കഴിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പുതിയൊരു ജന്മം എടുക്കുകയാണ്. അപ്പോൾ അടുത്ത ജന്മത്തിൽ അയാൾ ഒരു വ്യാധനായിട്ട് ജനിക്കുകയാണ്. വ്യാധൻ എന്ന് പറഞ്ഞ ഒരു ദുഷ്ടൻ, കൊള്ളക്കാരൻ, അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ്ങിലാണ് വരിക. അപ്പോൾ ആ ഒരു ജന്മത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ജനിക്കുക. അപ്പോൾ ഈ ഒരു ജന്മത്തിലും അദ്ദേഹം എന്താണ് ചെയ്യണത്, വേറെയുള്ള ആൾക്കാരെ കഴിയുന്നത്ര ദ്രോഹിച്ചിട്ടും കൊള്ളടിച്ചിട്ടൊക്കെ അയാൾ ജീവിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ്റെ പാദുകങ്ങൾ, ചെരുപ്പുകൾ അദ്ദേഹം മോഷ്ടിച്ചു. അപ്പോൾ അതിനുശേഷം ആ ബ്രാഹ്മണനാണെങ്കിൽ ആ ചുട്ടുപൊള്ളണ വെയിലത്ത് ഈ പാദുകങ്ങൾ, ചെരുപ്പുകളില്ലാതെ നടക്കാനും പറ്റണില്ല. അത് അങ്ങനെ ആയിട്ട് അയാൾക്ക് ഭയങ്കര കാലൊക്കെ പൊള്ളിയപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ്.
പക്ഷെ എന്താണോ ആ സമയത്ത് ഈ ഒരു കൊള്ളക്കാരന് അദ്ദേഹത്തിനോടൊരു ദയ തോന്നി ബ്രാഹ്മണൻ ഇങ്ങനെ നിലവിളിക്കണ കണ്ടപ്പോൾ. അപ്പോൾ ആ പാദുകങ്ങൾ ബ്രാഹ്മണൻ തിരിച്ചു നൽകും. അപ്പോൾ ഈ ജന്മത്തിൽ അദ്ദേഹം പുതിയൊരു ജന്മം ഈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ ചെയ്ത ആകെ ഒരു നല്ല കാര്യമാണത്. കാരണം ആ ബ്രാഹ്മണൻ്റെ ഒരു സാധനം മോഷ്ടിച്ചു, അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണെങ്കിൽ അതിനും നമുക്കൊരു ഫലമുണ്ട്, നമ്മൾ ചെയ്യുന്ന മോശം പ്രവൃത്തികളാണെങ്കിൽ അതിനും നമുക്കൊരു ഫലം നമുക്കുണ്ട്. അപ്പോൾ നല്ല പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹം പിന്നെയും അടുത്ത ജന്മത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ കൃണു മഹർഷിയുടെ പുത്രനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അതാണ് രത്നാകരൻ. അപ്പോൾ അദ്ദേഹത്തിനെ വളർത്തിയതൊക്കെ കുറച്ച് വേടന്മാരായിരുന്നു അദ്ദേഹത്തിനൊക്കെ വളർത്തിയത്. കാരണം കാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാട്ടാളന്മാരുടേതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും ഈ രത്നാകരനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വഴി കൂടെ നടക്കുന്ന ആൾക്കാരെയൊക്കെ കൊള്ളടിക്കുക, എന്നിട്ട് അവരിൽ നിന്ന് സമ്പത്തൊക്കെ കൈക്കലാക്കുക, അതായിരുന്നു ഈ രത്നാകരൻ്റെ ജോലി മുഴുവനായിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം സപ്തർഷിമാർ രത്നാകരൻ ഈ താമസിച്ചുകൊണ്ടിരുന്ന വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ പോണ സമയത്ത് ഈ രത്നാകരൻ അവരെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ മുനിമാർ, ഈ സപ്തർഷിമാർ ഈ രത്നാകരനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ സാധുജനങ്ങളൊക്കെ ഉപദ്രവിച്ച് ഇങ്ങനെ ജീവിക്കണത്? അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഈ ദുഷ്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രത്നാകരൻ പറയാണ്, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ്. അപ്പോൾ മഹർഷിമാർ പിന്നെയും അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇപ്പം നീ ഇങ്ങനെ ദുഷ്പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന സമയത്ത് നിനക്ക് പാപങ്ങൾ കിട്ടുമല്ലോ, അപ്പോൾ ഈ പാപത്തിൻ്റെ ഫലങ്ങൾ അവരും നിങ്ങൾ വീതിച്ചെടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഈ രത്നാകരൻ ആകെ ഒരു ആശയക്കുഴപ്പമായി. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണതല്ലേ. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാതെ, നമ്മുടെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ ആത്മാവിന് നമുക്കൊരു കുറേ സന്തോഷങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കളഞ്ഞിട്ടായിരിക്കും നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുക. കുറേ കഴിയുന്ന സമയത്ത് അവർ തന്നെ നമ്മളോട് ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞോ കഷ്ടപ്പെടാമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഒരു ദുഃഖത്തിലേക്ക് പോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് പാപങ്ങൾ അല്ലെങ്കിൽ എന്ത് നമ്മൾ പ്രവൃത്തികൾ ചെയ്താലും അതിൻ്റെയൊക്കെ ഫലം നമുക്ക് മാത്രമാണ് അത് കിട്ടുക. നമ്മുടെ ചുറ്റിലുമുള്ള ഒരാൾക്കും അതിനെ കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ നല്ലത് ചെയ്താലും നമുക്കാണ്, നമ്മൾ മോശം ചെയ്താലും നമുക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സപ്തർഷിമാർ ചോദിച്ച സമയത്ത് രത്നാകരനാകെ ആശയക്കുഴപ്പത്തിലാവുകയാണ്. അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് ചോദിക്കുകയാണ്, ഭാര്യയോടും മക്കളോടൊക്കെ ചോദിക്കുകയാണ്, എൻ്റെ പാപത്തിലൊരു പങ്ക് നിങ്ങളൊക്കെ ഏറ്റെടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അവരത് പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ദുഃഖം വരികയാണ്. രത്നാകരൻ ഭയങ്കര ദുഃഖമായി. കാരണം അദ്ദേഹം വിചാരിച്ചത് ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ ചെയ്യണ സമയത്ത്, നമുക്കൊരു ദുഃഖം വരുന്ന സമയത്ത് അവരത് ഏറ്റെടുക്കുന്നതാണ്. ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അസുഖമാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേറെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം നമുക്ക് ചെയ്തു തരാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ ഒരു പാപത്തിൻ്റെ പങ്ക് അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കാൻ വേറെ ആർക്കും പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ആ ജീവിതത്തിനോട് വളരെയധികം ഒരു വിരക്തി തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരുപാട് പാപങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പാപത്തിൽ നിന്ന് എനിക്ക് മോചനം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി. അതായത് അദ്ദേഹത്തിനൊരു സെൽഫ് റിയലൈസേഷൻ വന്നു, ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ചെയ്ത മോശം പ്രവൃത്തികൾ കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു കാര്യം അനുഭവിക്കേണ്ടി വന്നത് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹം എങ്ങനെയാണ് പാപമോചനം നേടുക എന്നുള്ളത് സപ്തർഷിമാരോടൊന്ന് പറഞ്ഞു തരാൻ പറയും. അപ്പോൾ സപ്തർഷിമാർ രാമനാമം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ രത്നാകരൻ കാട്ടിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ നാമം നാവിൽ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മഹർഷിമാർ എന്താ ചെയ്തെച്ചാൽ തൊട്ടടുത്തിട്ടുള്ള ഒരു മരത്തിനെ ഒരു വൃക്ഷത്തിനെ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, മരാമ തുടർച്ചയായി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ മരാമ ചെല്ലി എന്താവും, അത് രാമ എന്നായിട്ട് മാറും. കുറേ അങ്ങനെ ചെല്ലിക്കഴിഞ്ഞപ്പോൾ, അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ സപ്തർഷിമാർ അത് കൂടെ പിന്നെയും വരികയാണ്. അപ്പോൾ രത്നാകരൻ ഇരുന്ന ആ സ്ഥലത്ത് വലിയൊരു ചിതൽപുറ്റ് നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ രാമമന്ത്രം മാത്രം ചൊല്ലി അദ്ദേഹം വേറൊരു ബോധതലം, അതായത് അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നസ് ഒരുപാട് ആ സമയത്തേക്ക് ഉയർന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആ കാട്ടാളനായിട്ടുള്ള രത്നാകരൻ അവിടുന്ന് ഒരു മഹാഋഷിയായിട്ട് പരിണമിക്കുകയാണ്. അപ്പോൾ ആ ചിതൽപുറ്റിന് പറയുന്ന വേറൊരു നാമമാണ് വാൽമീകം. അപ്പോൾ വാൽമീകത്തിൽ നിന്ന് പിറന്നു എന്നുള്ള അർത്ഥം കൊണ്ട് അദ്ദേഹത്തിന് വാൽമീകി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ആദികാവ്യമായ രാമായണം അദ്ദേഹം തന്നെയാണ്. ആ ശ്രേഷ്ഠനായ ആ വാൽമീകി മഹർഷിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരാളായിക്കോട്ടെ, നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തോട്ടെ, അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ നമുക്കൊരു മാറ്റം വേണമെന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പശ്ചാത്താപം തോന്നി നമ്മൾക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ നമുക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് ഏതൊരാളായിക്കോട്ടെ, അറിവില്ലാതിരുന്നോട്ടെ, എത്ര തന്നെ വലിയ തെറ്റുകൾ വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ നമുക്ക് ഭഗവാനിലേക്ക് എത്തണം. ഞാൻ ചെയ്തപ്പോൾ തെറ്റായിപ്പോയി, ഈ പാപത്തുനിന്ന് എനിക്കൊരു മോചനം വേണം എന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ അപ്പം തന്നെ നമുക്ക് അതിനുള്ളൊരു ഉത്തരം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ. ഇവിടെ രത്നാകരൻ ഒരു സമയം ചോദിച്ചു, അത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് സപ്തർഷിമാർ ആ ഒരു രാമനാമം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത് അല്ലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്ന സമയത്ത്, നമുക്കൊരു തിരിച്ചറിവ് വരുന്ന സമയത്ത്, എന്താണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, എനിക്ക് ഇതിന്ന് മോചനം നേടണം ഭഗവാനെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഭഗവാനോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വഴിയിൽ, ഏതെങ്കിലും ഒരു രൂപത്തിൽ ഭഗവാനെ നമ്മൾ എപ്പോഴും കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് ഹൃദയത്തിലൂടെ മാത്രമാവണം. ഹൃദയം എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിൽ, ഏതൊരാളുടെ ഹൃദയത്തിൽ നിന്നും നമുക്കത് വരാം. അപ്പോൾ ഏത് രൂപത്തിലാണ്, എവിടെ നിന്നാണ് നമുക്ക് ആ മെസ്സേജ് കിട്ടുക, ആ മെസ്സേജിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാം. ഏത് മോശം അവസ്ഥയിൽ നമ്മൾ പോയിക്കോട്ടെ, എത്ര മോശക്കാരായി നമ്മൾ ജീവിച്ചോട്ടെ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനിലേക്ക് എത്താനും നമ്മുടെ അതുവരെയുള്ള തെറ്റുകളെ തിരുത്തി നമുക്ക് നല്ലൊരാളായിട്ട് പരിണമിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു വലിയൊരു സന്ദേശം വാൽമീകി മഹർഷിയുടെ ഈ കഥയിൽ കൂടെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊക്കെ തന്നെയും നമ്മൾ തന്നെ അനുഭവിക്കണം, അതിന് വേറൊരാളും നമ്മളെ സഹായിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് നമുക്കിതിന്ന് കിട്ടുന്നുണ്ട്. അതുകൂടാതെ പിന്നെ എന്താണ്, നമ്മുടെ ഓരോ ജന്മങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ അടുത്ത ജന്മം കിട്ടുന്നതെന്ന് ഇതിൽ എടുത്തു പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ മോശം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, മോശം പ്രവൃത്തികൾ നമ്മൾ ചെയ്താൽ അടുത്ത ജന്മം നമുക്ക് അതിൻ്റെ തുടർച്ചയാവും, അതിൻ്റെ അടുത്ത ജന്മം നമുക്ക് തുടർച്ചയാവും. അവിടെ ഒരു നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നെക്സ്റ്റ് ജന്മത്തിൽ ഈ ഋഷിമാരെ കണ്ടുമുട്ടാനും അദ്ദേഹത്തിന് ആ ഒരു കോൺഷ്യസ്നെസ്സിന്, അവബോധം ഉയരാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. ഭഗവാന്റെ സമ്പർക്കം അത് നമ്മളിലേക്കും എത്തും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ മെസ്സേജുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഓരോ കഥകൾ വായിക്കുമ്പോഴും പലതരം മെസ്സേജുകൾ ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രവൃത്തികളെ എപ്പോഴും നമ്മൾ ഓരോ സമയവും നമ്മൾ വീക്ഷിച്ചു കൊണ്ടിരിക്കണം. പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകളാവും, വാക്കുകൾ നമ്മുടെ പ്രവൃത്തികളാവും. അപ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ചിന്തകളിൽ നമ്മൾ നല്ലത് മാത്രം കൊണ്ടുവരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ ചിന്തകളിലേക്ക് എത്താനും ഭഗവാനിലേക്ക് എത്താനും തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.